Good morning, all. Good morning. Morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഷമീറ മാം ആണ്. മാം മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആണ്, മൈൻഡ് കോച്ച് ആണ്, NLP പ്രാക്ടീഷണർ ആണ്. മാം ആദ്യമായിട്ടാണ് നമ്മളുടെ മോർണിംഗ് സെഷനിൽ ക്ലാസ് എടുക്കുന്നത്. മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു മോർണിംഗ് സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ്. Okay, let us start. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യാം. Very, very happy. Good morning to all. Good morning. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെഷനിലേക്ക് വരുന്നത്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ പറ്റിയതില്. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഷമീറ എന്നാണ്. ഞാൻ കോഴിക്കോടാണ് താമസം. 3 മക്കള്, ഹസ്ബൻഡ് അൽഹംദുലില്ലാ റാഹത്താണ്, സുഖാണ്, സന്തോഷാണ്. എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാരും സന്തോഷല്ലേ? ഹാപ്പി അല്ലേ? Yes. അപ്പോ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ഹെഡിങ് കണ്ടിട്ടുണ്ടാവും, ദ സൈലന്റ് ബേർഡ് എന്നുള്ളത്. നമ്മള് നിശബ്ദമായിട്ട് സഹിക്കുന്ന ഭാരങ്ങൾ അല്ലെ, നമ്മളെല്ലാം നമ്മളെ ലൈഫില് എസ്പെഷ്യലി നമ്മൾ സ്ത്രീകള്, നമ്മള് എന്താ പറയാ, ഈക്വലായിട്ട് ജെൻസ് തൊട്ട് നമ്മൾ അവരൊരിക്കലും അവഹേളിക്കാൻ പറ്റൂല. നമ്മളെപ്പോഴും നമ്മളെ ലൈഫില് നമ്മോടിങ്ങനെ ആരോടിങ്ങനെ പറയാനാവാതെ ഇങ്ങനെ നമ്മളെ നെഞ്ചിലൊരു ഭാരം പോലെ നിൽക്കുന്ന ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും നമുക്ക്. നമ്മുടെ ഉള്ളിലുണ്ടാവും, എന്താണ് ഇതൊക്കെ ഒന്ന് ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നുണ്ട് ആ ഒരു ഭാരം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന്, ആ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് സബ്ജക്റ്റുകളോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഒരുപാട് നല്ല നല്ല സ്പീക്കേഴ്സ് എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മളായിട്ട് വളരെയധികം റിലേറ്റബിൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, സ്ട്രോങ് ആയ ആളുകൾ കരയണ കാണുമ്പോ, അല്ലെങ്കിൽ സ്ട്രോങ് ആയ ആളുകൾക്കൊരു തകർച്ച കാണുമ്പോൾ നമ്മളെ മനസ്സിൽ അയാൾ കാണുന്ന ആളെന്തായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറയും, ഇതെന്ത് പറ്റി, ഇങ്ങനെയല്ലല്ലോ ഈ ആളെ ഇതുവരെ കണ്ടിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ചില ആളുകളെ കാണാറില്ലേ? ചിലപ്പോ നമ്മളിൽ പലരും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. കാരണം നമ്മള് ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നമ്മളെ ലൈഫില് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് ഫേസ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലായിരിക്കും. അതുപോലെ ഇനിയിപ്പോ ഒന്ന് കരയണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മൾ കരയൂല. കാരണം കരഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കുക. പ്രത്യേകിച്ച് ആണുങ്ങൾ അത് ആ ഒരു ഫേസ് ചെയ്യും. കാരണം ജീവിതത്തിൽ എന്ത് ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ആണുങ്ങൾ അങ്ങനെ കരയുന്നത് കണ്ട്, പെണ്ണുങ്ങളാണെങ്കിൽ എന്താണ്, സ്ത്രീകൾ പലപ്പോഴും കണ്ണുനീർത്തുള്ളികളോട് ഉപമിക്കുന്നതാണ് ആണല്ലോ. നമ്മൾ കവിയായാലും ഏത് കഥാകൃത്തായാലും സ്ത്രീ എപ്പോഴും ഒരു ദുർബലയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചതിലും കേട്ടതിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും പിന്നെ നമ്മള് സ്ട്രോങ് ആളുകൾക്ക് സമൂഹം നമ്മളെ എങ്ങനെ പഠിപ്പിക്കും? ഇപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ കേൾക്കും, ഇപ്പൊ നമ്മളൊക്കെ അമ്മമാരാണ്, നമ്മൾ കുട്ടികൾ വളർത്തുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ വീണ് കരയുമ്പോ നമ്മൾ പറയും, അവര് പെട്ടെന്ന് ഹാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുക, എന്താണ്, മോളെ ഇങ്ങനെ കരയാൻ പാടുണ്ടോ, ഈ ഒരു ആൺകുട്ടിയല്ലേ, ഈ ഒരു പെൺകുട്ടിയല്ലേ, കുഞ്ഞു വേദനക്കൊക്കെ കരയാൻ പാടുണ്ടോ? നമ്മളത് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കുട്ടീനെ എന്ത് ചെയ്യണം, കുട്ടീനെ നമ്മള് കരയണത് പഠിപ്പിക്കരുത്. കുട്ടി കരയാതെ കുട്ടി വേഗം അതിൽ നിന്ന് റിക്കവർ ചെയ്യട്ടെ എന്ന് കരുതി പോസിറ്റീവ് മൈൻഡിലാണ് നമ്മൾ ചെയ്യുക, അല്ലേ? പക്ഷെ പലപ്പോഴും അത് കുട്ടിക്ക് എന്താ ഫീൽ ചെയ്യുക, നമുക്കറിയാം നമ്മൾ എന്താണോ ചെറുപ്പത്തില് നമ്മളെ കുട്ടികളോട് പറയുന്നത്
അതാണ് കുട്ടികളെ മനസ്സിൽ, നമ്മളെ മനസ്സിൽ എന്താണോ നമ്മുടെ ബ്രെയിനിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കാരണം ബ്രെയിൻ റെക്കോർഡിംഗ് സിസ്റ്റം പോലെയാണ്. നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മുടെ ബ്രെയിനിനോട് എന്താണോ പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും അല്ലെ. ബ്രെയിനിന് പ്രത്യേകിച്ച് തീരുമാനം എടുക്കാനുള്ള കഴിവില്ല. മറിച്ച് നമ്മളാണ് എന്ത് ചിന്തിക്കണം, എന്തായിത്തീരണം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, എങ്ങനെ പോസിറ്റീവായിരിക്കണം, നമ്മൾ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ ടീച്ചേഴ്സ്, മറ്റ് എൻവിയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമ്മൾ കമ്പയർ ചെയ്യാണ്. നീ അടിപൊളിയാണ്, നീ സൂപ്പറാണ്, നീ സ്ട്രോങ് ആണ്, കരയാൻ പാടില്ല, കരയുന്നത് ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളത് നമ്മളങ്ങനെ നമ്മളിൽ ചിലർ അങ്ങനെ, ഞാൻ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആണ് കേട്ടോ. പൊതുവെ ആളുകളുടെ മുന്നിൽ കരയാത്ത, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞാൽ മോശമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഒരു പരിധി വരെയൊക്കെ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇമോഷൻസിനെ നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കും അല്ലെ. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. യെസ്. അതായത് നമ്മള് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നമ്മൾ എന്തായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പൊട്ടും. അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ നമ്മളെ കൂട്ടത്തില്? റെസ്പോൺസ് ചെയ്യണം കേട്ടോ. ഇത് ക്ലാസ് അല്ല, നമ്മളുടെ ഒരു ഇന്ററാക്ഷൻ ആണ്. അപ്പോഴേ എനിക്കൊരു സമാധാനമുള്ളൂ, ഞാൻ നിങ്ങളെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തില്. ചില അപ്പൊ പല സാഹചര്യത്തിൽ ആളുകളും അങ്ങനെ എന്തായിരിക്കും, ഉണ്ടാകാറുണ്ട്. ചില സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവും. യെസ്. അപ്പോ പിന്നെ നമ്മള് എന്താണ്, പുറത്തേക്ക് ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും ഇന്റേണലി നമ്മൾ എന്തായിരിക്കും, വളരെയധികം സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മളിത് കരയുന്നില്ല, നമ്മളെ ഫീലിങ്സ് മറ്റുള്ളവരോട് പറയുമ്പോൾ മോശമാണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും, ഉള്ളില് ഭയങ്കരമായിട്ട് നമ്മൾ വീക്ക്നെസ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും നമുക്ക്. അപ്പൊ ആരെയാണ് നമ്മൾ സ്ട്രോങ് എന്ന ആള് പറയുന്നത്? എന്തുകൊണ്ടാണ് അവർക്കൊരു ഇമോഷൻ അവർ ഹൈഡ് ചെയ്യുന്നത്? സൈലന്റ് ഇമോഷൻ എപ്പോഴാണ് പുറത്തേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നമുക്ക് ഇതിന്ന് ഈ ബ്രേക്ക് ഡൗണ് സ്ലോലി ഡെവലപ്പ് ചെയ്യണത്? ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ആരെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് പറയാ? അപ്പൊ നിങ്ങളെ കാഴ്ചപ്പാടല്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടല് നമ്മളൊരാൾ സ്ട്രോങ് ആണെന്ന് എപ്പോഴാണ് പറയാ നമ്മള് ഒരാൾ സ്ട്രോങ് ആണെന്ന്? നമ്മളൊരാളെ കാണുന്ന സമയത്ത് എങ്ങനെയാ പറയാ? ഇപ്പൊ ടീച്ചർക്ക് മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ യു ആർ സ്ട്രോങ് എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയില്ല, ബട്ട് നിങ്ങൾ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളെ മുന്നിൽ കാണുന്ന സമയത്ത് അവരെങ്ങനെയാണ് സ്ട്രോങ് ആണെന്ന് നമ്മൾ വിലയിരുത്തുക? എങ്ങനെയാ വിലയിരുത്തുക? നല്ല നമ്മൾ മുഖത്ത് നോക്കുമ്പോ തന്നെ നല്ലൊരു ധൈര്യവും ഒക്കെ ഉണ്ടാവും. കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ ആളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, പിന്നെ പെട്ടെന്നൊന്നും തളർന്നു പോകാത്ത ഒരാളാണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. യെസ്. അത് എപ്പോഴാണ് നമുക്ക് തോന്നുക? അവരുടെ ജീവിതത്തിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവര് ഹാൻഡിൽ ചെയ്യണ കാണുമ്പോ അല്ലെ. അല്ലെങ്കിൽ അവരെന്തായിരിക്കും, എപ്പോഴും മറ്റുള്ളവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യും. സാരില്ല, എല്ലാ ദൈവം ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞ് അവരെ ഒരു ബാക്ക് സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളുകളായിരിക്കും. അങ്ങനെ കാണുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ചെന്ന് നമുക്ക് നമ്മുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഫാമിലി ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്, എന്റെ മക്കൾ ഇങ്ങനെയാണ് നമ്മളോട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് അങ്ങനെ പറയുന്നുണ്ടാവില്ലേ? നിങ്ങളെല്ലാരും അത് ഫേസ് ചെയ്യുന്നില്ലേ? കുറെ ആളുകള് നമ്മളോട് ഇതൊക്കെ ചോദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു കോഴ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ അവരോട് പറയാനും ഉണ്ടാവും. കാരണം നമ്മൾ നിരന്തരം വായിക്കുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മൾ സ്ലോലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് അല്ലേ. അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ മറ്റുള്ളവരൊരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ അവരെ കൂടെ കരയാതെ നമ്മൾ അവരോട് ഇങ്ങനെ ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ റെഡിയാവും എന്ന് പറയുന്ന ഒരു മൈൻഡ് നമുക്ക് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു രീതി കാണുന്ന സമയത്ത് ആളുകൾക്ക് തോന്നും നമ്മൾ എന്താണ്, ഭയങ്കര സ്ട്രോങ് ആണ്, അടിപൊളിയാണ്, സൂപ്പറാണ്, ഒരു സങ്കടവും ഇല്ല, ഓരെ പോയാൽ ആയാൽ മതി. നമ്മൾ പറയും ചില ആളുകളെ കാണുമ്പോൾ അവർക്കൊന്നും ഒരു സങ്കടവും ഇല്ല ലൈഫിൽ, എത്ര എൻജോയ് ചെയ്തിട്ട് അവർ ജീവിക്കുന്നതെന്ന് തോന്നും നമുക്ക് പുറമേന്ന് കാണുന്ന കാഴ്ചപ്പാടില്. ഞാൻ പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ആദ്യമായിട്ട് വരികയാണ്, അപ്പൊ നിങ്ങള് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ഉണ്ട്.
അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഈ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ കരയരുത്. ഇപ്പൊ നമ്മൾ സ്ത്രീകൾ പൊതുവെ കേൾക്കും, നീ ഒരു പെണ്ണല്ലേ, പെണ്ണുങ്ങളായ കുറച്ചൊക്കെ സഹിക്കണ്ടേ, പെട്ടെന്നാണ് കരയാണ്. അപ്പൊ പെൺകുട്ടികളെ ഇപ്പൊ നമ്മളൊക്കെ ഒരു എന്തെങ്കിലും ഒരു വേദന വരുന്ന സമയത്ത് നമ്മളോട് ഉമ്മായാലും നമ്മുടെ പാരന്റ്സോ ടീച്ചേഴ്സോ ഒക്കെ പറയും, പെണ്ണല്ലേ, പെണ്ണുങ്ങൾ എന്തെല്ലാം അനുഭവിക്കണം, അപ്പൊ അത് ക്ഷമിക്കണ്ടേ. ഇപ്പൊ നമ്മളൊക്കെ ആ ലൈഫിൽ ഒരുപാട് ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ കുട്ടികളോട് നമ്മളാണ് പെണ്ണെന്ന് വിവേചനം ഇല്ലാതെ വളർത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ സൂക്ഷിക്കും. പക്ഷെ നമ്മളെ പാരന്റ്സ് നമ്മളോട് പറഞ്ഞിട്ട്, സ്ത്രീകളല്ലേ, കുറെ അനുഭവിക്കാണ്ടാവും, അപ്പൊ ഇങ്ങനൊന്നും കരയാൻ പാടില്ല. അപ്പൊ നമ്മളെ സ്വയം, ഞാൻ സ്ത്രീയാണ്, ഈ പെയിന് ഞാൻ അനുഭവിക്കണത് ആരോടും പറയാൻ പാടില്ല. മറ്റൊരു വീട്ടിൽ ചെന്ന് ആ ലൈഫിലെ പ്രശ്നങ്ങൾ നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഈ വീട്ടിൽ പറയുകയാണെങ്കിൽ അവിടുന്ന് കേൾക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ നമ്മൾ സഹിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക. ഈ കേൾവി അതുപോലെ നമ്മൾ എപ്പോഴാണ് സ്ട്രോങ് ആവുക ഈ മെസ്സേജ്? പിന്നെ നമ്മൾ ലൈഫിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ ജീവിത സാഹചര്യം, നമ്മളെ ചുറ്റുപാട്, നമ്മളെ പാരന്റ്സ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആയി വരും നമ്മളെ ഫാമിലിക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് പുരുഷന്മാർ സ്ട്രോങ് ആണെന്ന് പറയുന്നത്? അവർക്ക് ഇമോഷൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? അവർക്ക് കണ്ണുനീരില്ലാത്തതുകൊണ്ടാണോ? അവർക്ക് സങ്കടങ്ങളും ഫീലിങ്സും ഇല്ലാത്തതുകൊണ്ടാണോ? ബട്ട് അവരെ ചുമലിലൊരു ഭാരമാണ് കൊടുക്കണേ, അല്ലെ? നീ ആണാണ്, നീ എല്ലാത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവനാണ്, അതുകൊണ്ട് നീ കരയാൻ പാടില്ല. ഒരു പുരുഷൻ കരയുന്ന സമയത്ത് നമ്മൾ അവരെ തൊട്ടിട്ട്, ഇപ്പം ചെറിയ ആൺകുട്ടികളൊക്കെ കരയുമ്പോൾ, അയ്യേ ഒരു ആൺകുട്ടിയില്ലേ, ആൺകുട്ടികളൊക്കെ കരയാൻ പാടുണ്ടോ? അതായത് ആണുങ്ങൾക്ക് കരച്ചിലില്ല എന്നുള്ളത് നമ്മളങ്ങോട്ട് പറയാണ്, ജഡ്ജ് ചെയ്യാണ്, അല്ലെ? അപ്പൊ ഈ ഒരു റിപ്പീറ്റഡ്ലി നമ്മൾ ഇതിങ്ങനെ നമ്മളെ വളർച്ചയിലും നമ്മുടെ ജീവിതത്തിലും നമ്മളെ മുന്നിൽ വന്ന് നമ്മളെ ഹസ്ബൻഡ് തന്നെ ആയാലും എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുരുഷൻ, നമ്മളെ ഹസ്ബൻഡ് നമ്മളെ മുന്നിൽ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും? വളരെ അപൂർവമായിട്ടായിരിക്കും നമ്മൾ അവരെ കണ്ണുനീര് കണ്ടിട്ടുണ്ടാവുക. കാരണം അവര് നമ്മളെ കരയിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് അവര് കരയാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സ്ട്രഗിളിനും ഏറ്റവും കൂടുതൽ ഇമോഷണലി ഫീൽ ചെയ്യുന്നത് നമ്മളെ പാർട്ട്ണർ ആയിരിക്കും, നമ്മളെ അച്ഛനായിരിക്കും, നമ്മളെ ബ്രദർ ആയിരിക്കും. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം കണ്ണുനീര് വരുന്നോണ്ട് അവരെ ഫീലിങ്സ് നമ്മൾ പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് ഇത് ഇപ്പൊ ഈ സ്ട്രോങ്? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ സങ്കടം, ഞാനിപ്പോ 20 വർഷമായി എന്റെ ഭർത്താവിന്റെ മുന്നിൽ, എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മുന്നിൽ വളരെ അപൂർവമായിട്ടേ കരയാറുള്ളൂ. ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കരയാന്നുള്ള, അതിനെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ നിന്നോട് പറയും, ഇത് കരിങ്കല്ലിന്റെ മനസ്സാണ് പറയും എന്നോട്. അതായത് ഞാൻ പെട്ടെന്ന് കരയൂല, പക്ഷെ സങ്കടം ഉണ്ടാവുന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാല്, ഞാൻ കരഞ്ഞാൽ മറ്റുള്ളവർ കരയും, അപ്പൊ ഞാൻ സ്ട്രോങ് ആവണം. എന്ത് പ്രശ്നം വന്നാലും അത് ഒരു ഞാനത് ഏറ്റെടുക്കും. അത് ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് തന്നെ ഒരു ഇമേജ് കിട്ടുകയാണ്. ഓൾക്ക് ഓളെ ആന കുത്തിയാലും കുലുങ്ങാത്ത ഒരാളാണ്, ഓൾക്ക് മനസ്സിന് നല്ല ഉറപ്പാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു പുറന്തോട് ഉണ്ടാക്കി വെക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഈക്വലി ആണ്. ബട്ട് നമ്മൾക്ക് നമ്മളെ ചെറുപ്പത്തിലെ, നമ്മൾ വളരുമ്പോഴേ നമ്മളെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു പുറന്തോട് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് പൊട്ടിത്തെറിക്കണ അവസ്ഥയിലാണ് പലപ്പോഴും നമ്മളെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുക. കാരണം നമ്മൾ പറയല്ലോ, ആണുങ്ങൾ, ജെൻസ് എപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ജെൻസിലാണെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അവര് ഇമോഷൻസ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അവർ ഒരു ഫാമിലിയുടെ മൊത്തം ഭാരം ചുമക്കുകയാണ്. എന്ത് വന്നാലും ആ ഒരു അമ്മയെ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ലേഡിയെ അല്ല ആദ്യം അറ്റാക്ക് ചെയ്യുക. ആ പുരുഷൻ അവനെ ശരിയല്ലാത്തോണ്ടാന്നാ പറയാ. കുടുംബം ബ്രേക്ക് അപ്പ് ആവുമ്പോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്ത്രീനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് പുരുഷനെ കുറ്റപ്പെടുത്തും. എല്ലാ ഭാരവും അദ്ദേഹത്തെ ചുമലിൽ കൊടുക്കും. അതേസമയം അവർക്ക് അത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരത് സപ്രസ് ചെയ്ത് വെക്കും. അപ്പോ ഇങ്ങനെ ഈ ഇമോഷണൽ അവരെന്താ, ഇങ്ങനത്തെ ആളുകളുടെ നമുക്ക് അറിയാൻ പറ്റൂല. നമുക്ക് ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകള്, അവർക്ക് ഫീലിങ്സ് ഇല്ല നമുക്കറിയാം. കാരണം അവരെന്താണ്, അവർ പലപ്പോഴും എല്ലാ ജോലിയും അവർ ചെയ്യും, വീട്ടിലെല്ലാ കാര്യങ്ങളും അവർ മര്യാദക്ക് ചെയ്യും, വീട്ടിലെ മക്കളെ കാര്യങ്ങളൊക്കെ പരിപാലിക്കും, എല്ലാ റെസ്പോൺസിബിലിറ്റി അവർ ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ അവർ ചിരിക്കും, അവരെപ്പോഴും അടിപൊളിയായിരിക്കും, എപ്പോഴും നല്ല സ്ട്രോങ് ആയി സംസാരിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് അവരെന്ത് ചെയ്യും, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കും.
അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അവർ ഒറ്റപ്പെടുന്ന സമയത്ത്, എസ്പെഷ്യലി രാത്രി, ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ അവർക്ക് പലപ്പോഴും ഉണ്ടാവും. പക്ഷെ കൂടെ കിടക്കുന്നവർ പോലും പക്ഷെ അവരെ ഇമോഷൻസ് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. ആ സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ ഉറക്കം. നമ്മൾ പറയില്ല, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾ പറയും എനിക്ക് ഉറക്കം കിട്ടുന്നേ ഇല്ല എന്ന്. എന്നാലോ അവര് ഈ ഫീലിങ്സ് നമ്മളോട് പറയൂല. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല, ആദ്യത്തെ അത്ര പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പണ്ടത്തെ പോലെ ചിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മളോട് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. അതിനൊക്കെ ഒരു അടയാളം ഇവരുടെ എന്താണ്, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാം. എന്താണ് നമ്മൾ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ മെന്റലി നമ്മൾ വീക്ക് ആണെന്ന് തിരിച്ചറിയാൻ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഇമോഷൻസ് ഒന്ന് ഫീൽ ചെയ്യുക. അപ്പൊ നമുക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു എനർജി ഇല്ലാത്ത, ഇങ്ങനെ വെറുതെ കിടന്നാൽ മതി, ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്ത പോലെ. പക്ഷെ പുറത്തേക്ക് അഭിനയിക്കും എന്ത്, എനിക്കെല്ലാം പറ്റുമെന്ന് അഭിനയിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ടയേർഡ്നെസ് ഉണ്ടാവും. നമ്മൾ എത്ര റെസ്റ്റ് എടുത്താലും, നമ്മൾ റെസ്റ്റ് എടുക്കും ഞാൻ വീക്കാണെന്ന് കരുതി, ബട്ട് നമുക്ക് ഒരു എനർജി കിട്ടൂല. നമുക്ക് ആ ടയേർഡ്നെസ് കണ്ടിന്യൂസ്ലി നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടോ നമ്മളെ കൂട്ടത്തില്? ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. കാരണം ഞാൻ പലപ്പോഴും മെന്റലി വീക്ക് ആണെങ്കിലും ഫിസിക്കലി ഏബിൾ ആവേണ്ടിടത്തൊക്കെ ഞാൻ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കും. പക്ഷെ നമ്മളെ ഫീലിങ്സ് ആരോടും ഇപ്പൊ നമ്മളെ കൂടെയുള്ള പാർട്ട്ണർ ഒരു വീക്ക്നെസ് മീൻസ് മെന്റലി വീക്ക്നെസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ സ്ട്രോങ് ആവും. അത് പലപ്പോഴും അങ്ങനെയാണ്. സ്ത്രീ സ്ട്രോങ് ആകുമ്പോൾ പുരുഷൻ എന്തായിരിക്കും, പലപ്പോഴും പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ആളായിരിക്കും. അപ്പൊ ഒരു നെഗറ്റീവും പോസിറ്റീവും നിൽക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മളെ കുടുംബം മനോഹരമായിരിക്കട്ടെ അങ്ങനെ ആവുന്ന സമയത്ത്, കാരണം ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞാല് പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്, പിന്നെ ഈസിലി ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതായത് മൈൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാള്, അതായത് വീക്ക്നെസ് ഉള്ള ഒരാള് പെട്ടെന്ന് ചെറിയൊരു കമന്റ് മതി, നമ്മളെ റിലേറ്റീവ്സിന്റെ അടുത്ത് ആരുടെങ്കിലും നമുക്ക് കിട്ടുന്നൊരു അവഗണന മതി, നമ്മളെ മക്കള് നമ്മളോട് ചിലപ്പോൾ നമുക്ക് ക്ഷമിക്കാവുന്ന ചില തെറ്റുകളായിരിക്കും നമ്മളെ മക്കൾ നമ്മളോട് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും, അല്ലെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. അതുപോലെ നമ്മളെ പാർട്ട്ണർ എടുത്തുന്നു. ഇപ്പൊ ഒരു ലൈഫ് കഴിഞ്ഞാൽ, നമ്മളെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളെ ഹസ്ബൻഡ് പറയുന്നതും നമ്മൾ ഭാര്യ പറയുന്നതും ഒക്കെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീലിങ്സ് നമുക്ക് തരും. അത് നമ്മുടെ മനസ്സ് വല്ലാതെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി, നമ്മുടെ മനസ്സ് വളരെ വീക്കായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നതായിട്ട് ഓക്കെ ആവാൻ പറ്റുന്നില്ലേ? ഞാൻ സ്പീഡ് കൂടി പോകുന്നുണ്ടോ? നിങ്ങൾ ആരും ഒന്നും പറയില്ല. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോളൂ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ ഇവര് സൈലൻസ് തരും. ഇവര് വളരെ ആക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഈ ചില ആളുകള് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ബട്ട് ക്രമേണ ഇവരിങ്ങനെ വർഷങ്ങൾ ഇട്ടത്, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ല, മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ട് അവരെന്ത് ചെയ്യും, സമൂഹത്തിന്ന് കുടുംബത്തിന്ന് ആദ്യം ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആണെങ്കിലും പതുക്കെ പതുക്കെ ഇവർക്കൊരു ഉൾവലിയുന്ന സ്വഭാവം ഉണ്ടാവും. അവരെന്താ ചെയ്യാച്ചാല് അവര് ഒരു പ്രശ്നങ്ങളൊന്നും അത്ര ഫേസ് ചെയ്യൂല. ഒരു ഗ്രൂപ്പുകളിലോ ഫാമിലി മീറ്റുകളിലോ ഒന്നും അവരത്ര ആക്റ്റീവ് ആവൂല. പണ്ട് അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും അവരെ വിലയിരുത്തും, പണ്ടത്തെ പോലെ ഒന്നല്ല, ഇവൾക്ക് കുറച്ച് ജാടയാണ്, ഇത്തിരി പൈസ ഉണ്ടായി നോക്കിയപ്പോ, മക്കളൊക്കെ നല്ല നിലയിലെത്തിയപ്പോ ഓനപ്പൊ പിടിച്ചാ കിട്ടൂല, പണ്ടൊക്കെ ഓനെന്തേനും എല്ലാത്തിലും കൂടിയായിരുന്നു. ഈ കമന്റ്സ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും. നമ്മളിന്നല്ല, നമ്മുടെ അടുത്ത് റിലേറ്റീവ് ആയിട്ട് ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇപ്പോ അത് ഇമോഷണൽ സപ്രഷൻ ആണ് ഒന്ന്, അതായത് നമ്മുടെ ഇമോഷൻസിനൊക്കെ നമ്മൾ അടക്കി വെക്കുന്നു. രണ്ടാമതായിട്ട് ഓവർ തിങ്ക് ചെയ്യാണ്. നമ്മൾ ഒരു കാര്യം കിട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം നമ്മളിങ്ങനെ അത് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്, അവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറിയത്, ഞാൻ അവരോട് അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ വിട്ട് കളയേണ്ട പല കാര്യങ്ങളെയും നമ്മളെ മനസ്സിലേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകുലതപ്പെടും. അവിടുത്തെ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാണ്. നമ്മളെല്ലാ ഫീലിങ്സും പറഞ്ഞ പോലെ നമ്മൾ തന്നെ അനുഭവിച്ചാൽ മതി, മറ്റൊരാളതൊരു ഷെയർ ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തില്. അതുപോലെ റെസ്പോൺസിബിലിറ്റിയുടെ ഓവർലോഡ്. നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ കുടുംബത്തിന്റെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നു ചേരും. അപ്പൊ നമ്മൾ ആദ്യം ഇതൊക്കെ ഭയങ്കര എൻജോയ് ആയിട്ട് ചെയ്യും. അതായത് ഇതിപ്പോ എനിക്ക് പ്രശ്നമല്ലല്ലോ, ഇതിപ്പോ ഞാൻ ഹാൻഡിൽ ചെയ്തോളല്ലോ എന്ന് നമ്മളത് ഷെയർ ചെയ്യൂല.
നമ്മളെ ഒരുപക്ഷെ നമ്മളെ ആ ഒരു ഓവർലോഡ് നമ്മളെ ഭാര്യക്ക് കൊടുക്കാം, പകുതി നമ്മളെ മക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളെ സഹായിക്ക് കൊടുക്കാം, നമ്മളെ ഫ്രണ്ട്സിന് കൊടുക്കാം. പക്ഷെ നമ്മൾ ചില സംഗതി ഏറ്റെടുത്താല് A to Z ഞാൻ ചെയ്താലേ ഓക്കെ ആവുള്ളൂ, അത് വേറെ ആൾക്ക് ഷെയർ ചെയ്യില്ല എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകൾക്കും എന്ത് ചെയ്യും, ഇത് സ്ലോലി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. പക്ഷെ അയാൾ ടയർഡ്നെസ് ആവുന്നത് അയാൾക്ക് എപ്പോഴാ ഫീൽ ചെയ്യുക, അയാൾ ഒട്ടും എനർജറ്റിക് അല്ലാതെ അയാൾ ഉള്ളിലേക്ക് വലിയുന്ന സമയത്ത് അയാൾക്ക് അത് മനസ്സിലാവുള്ളൂ. പിന്നെന്താണ്, ഒരു പിന്നീട് അയാൾക്കൊരു ലോൺലിനെസ്, ആദ്യമൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരാള് ഇങ്ങനെ പതുക്കെ 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 സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അയാളുടെ ഒരു ഒറ്റപ്പെടിലേക്ക് അയാൾ എത്തും. അപ്പോഴാണിത് കൂടുതൽ നമ്മളിതിലേക്ക് എക്സോസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നീട് തെറ്റി നമ്മൾ അങ്ങനെ പൊരുത്തപ്പെട്ടു പോകും. പിന്നീട് എന്താണ്, ഒരു കുഞ്ഞു കാര്യം പോലും നമുക്ക് തോന്നും. ഇപ്പൊ നമ്മള് സമൂഹത്തിൽ കേൾക്കുന്നില്ലേ, അച്ഛൻ മകനെ കൊന്നു, അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഇതൊക്കെ കേൾക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടാവുന്ന ഒരു രീതിയിലല്ല സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും. ബട്ട് അതിന് പിന്നിൽ വർഷങ്ങളുടെ സഹനം ഉണ്ടാവും. അയാൾ ഇമോഷണലി അവരെന്ത് ചെയ്യുന്നുണ്ട്, സപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എവിടുന്നെങ്കിലും ഒരു കാരണം കിട്ടുമ്പോൾ അതൊരു കൊലപാതകത്തിലേക്കോ ഒരു ഡിവോഴ്സിലേക്കോ അല്ലെങ്കിൽ അത് മറ്റു അക്രമങ്ങളിലേക്കോ എത്തിച്ചേരാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ സ്ട്രോങ് ആണെന്ന് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ടത്, നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതി. നമുക്ക് ഫീലിങ്സ് വരുന്ന സമയത്ത് നമ്മൾ കരയണം. നമുക്ക് എന്ത് ഫീലിങ്സ് ആണോ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ചിരിക്കണം. നമുക്കിപ്പോ 4 ആള് കൂടുന്നിടത്ത് ഒരു ചിരിക്കാൻ ഒരു കണ്ടന്റ് കിട്ടി നമുക്ക് ചിരിക്കാൻ പിടിച്ചേ, മറ്റുള്ളവർ എന്താ വിചാരിക്കുക. ഇപ്പൊ നമ്മൾ അങ്ങനെ തോന്നാറില്ലേ? ഇപ്പൊ എനിക്ക് തായമ്പക കൂട്ടുന്ന സമയത്ത് ശിങ്കാരിമേളൊക്കെ ഉണ്ടല്ലോ, അത് ഈ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തുള്ളാൻ ഭയങ്കര ഇഷ്ടാ. പക്ഷെ നമ്മൾ തുള്ളുവോ? അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ തുള്ളുവോ? ഇല്ല. നമ്മൾ എന്താ വിചാരിക്കുക, സമൂഹം എന്താണ്, ഇപ്പോഴും അമ്പലത്തിലെ പാട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, അപ്പം സമൂഹം എന്താ വിചാരിക്കുക, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്താ പറയുക, നമ്മൾ ആദ്യം അതാ ചിന്തിക്കുക അല്ലേ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാച്ചാല്, ഇവിടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവുമ്പോ എനിക്ക് തുള്ളണം എന്നുള്ളത് എന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണല്ലോ. അപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് ശിങ്കാരിമേളം പഞ്ചാരിമേളൊക്കെ നല്ല കേൾക്കും അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവുമ്പോ. അപ്പൊ ഞാൻ ഈ സൈക്കോളജി ഒക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോ, നമ്മളെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം തുടങ്ങിയപ്പോ, നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യണം തുടങ്ങിയപ്പോ, മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യാത്തത്. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹം നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു ഹൈപ്പ് ഉണ്ട്, അത് വളരെ വലുതാണ്. പിന്നെ ഞാൻ ഒന്നുകൂടി സ്പീഡ് വിട്ടിട്ട് സമയം അതിക്രമിച്ചു തോന്നുന്നു. പ്രത്യേകിച്ചും സ്ത്രീകൾ എന്താവും, ഭയങ്കര മറ്റെല്ലാരും കെയർ ചെയ്യുന്ന ഒരാളായിട്ടാ ജീവിക്കുക. ഞാനില്ലെങ്കിൽ എന്റെ വീടില്ലാന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുക. ഞാൻ ഉണർന്നിട്ടില്ലെങ്കിൽ അന്നത്തെ രാവിലെ പോയി, എന്റെ കുട്ടികളുടെ കാര്യം പോയി, എന്റെ ഭർത്താവിന്റെ കാര്യം പോയി, എന്റെ വീട്ടിലെ കാര്യം എല്ലാം പോയി. എന്നാല് ഇപ്പൊ ഞാനൊരു കഥയിൽ വായിച്ച പോലെ, അദ്ദേഹം അതുവരെ ഭാര്യയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരാള് പിന്നീട് ഭാര്യ മരിക്കുമ്പോൾ അയാള് ഇൻഡിപെൻഡന്റ് ആവുകയാണ്. അപ്പോ അതുവരെ നമ്മൾ എന്താ വെച്ചാൽ, ഈ ഭാര്യ പുറത്തുനിന്നത് കാണാം, ഒരു മരണപ്പെട്ടു പോയി, ഇത് കഥയാണ് കേട്ടോ, ഞാൻ വളരെ ചുരുക്കി പറയണം. അപ്പൊ അവര് പുറത്തുനിന്ന് വരുന്ന ഭർത്താവിന്റെ ചെയ്തികൾ കാണാൻ പലപ്പോഴും അവര് വീട്ടിലേക്ക് പോയിട്ടില്ല. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകൂല അല്ലെ, വിരുന്നൊന്നും പോകൂല. കാരണം എന്താ, എന്റെ ഭർത്താവ് പട്ടിണിയാവും, എന്റെ കുട്ടികൾ പട്ടിണിയാവും, അച്ഛന്റെ അമ്മന്റെ ഒക്കെ ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് സ്വാർത്ഥമതികളാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എന്റെ വീട്, നമ്മളെ വീടിനോട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. എന്റെ കുട്ടികൾ, അവരെ പഠിത്തം, എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന് അയൺ ചെയ്ത ഡ്രസ്സ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം, അദ്ദേഹത്തിന്റെ സന്തോഷങ്ങൾ, കുട്ടികളുടെ സന്തോഷങ്ങൾ, ഇങ്ങനെ നമ്മളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഇതൊക്കെ ഓവർ ആയിട്ട് കെയർ ചെയ്യാണ്. നമ്മൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നത് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മളെ തന്നെ അങ്ങനെ തീരുമാനിച്ചു വെച്ചേക്കുക, ഇത് ഞാനില്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് ശരിയാവൂല അല്ലേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക് പോലും, അമ്മ കിടപ്പിലാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ അവിടെ ചെന്നിട്ട് അമ്മന്റെ അടുത്ത് നിന്നിട്ടാ പറയാൻ തരാം, ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ വൈകുന്നേരത്തെ കാപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ മൂപ്പർക്ക് ചൂടാവുന്നവരാ. നമ്മൾ ഇവിടെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കൂല, എന്തേ, ഇന്ന് അമ്മക്ക് സുഖമില്ല, ഞാൻ ഒരു ദിവസം അമ്മന്റെ കൂടെ നിന്നോട്ടേന്ന്. അപ്പൊ നമ്മളെപ്പോഴും ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും, കാരണം നമ്മളെന്നത് ശീലാക്കി കൊടുക്കണേ. നമ്മളെന്ത് ചെയ്യും, കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ബ്രഷിൽ വേസ്റ്റ് വെക്കാനും അയൺ ചെയ്ത് ഇങ്ങനെ ഷർട്ട് ഇട്ട് ബട്ടൺ ഇട്ട് കൊടുക്കാനൊക്കെ നമ്മൾ നിൽക്കും. നമ്മളാണിത് ശീലാക്കി കൊടുക്കണേ. എന്നിട്ട് നമ്മളാണ് പിന്നീട് പരാതിയും പറയണത്, ഞാൻ ഇല്ലാതെ ഒന്നും സംഭവിക്കൂല. അദ്ദേഹം ചെയ്യുന്ന പണി അദ്ദേഹം ആദ്യം ഒന്ന് തുടർന്നോട്ടെ നമ്മൾ വിചാരിക്കുക. നമ്മൾ ആ ലൈഫിലേക്ക് വരുമ്പോ അവരും അത് ആഗ്രഹിക്കും. പക്ഷെ
ക്രമേണ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഇൻഡിപെൻഡന്റ് ആക്കണം. പക്ഷെ നമ്മളില്ലാതെ അദ്ദേഹം ഓടരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ള, നമ്മളെ കാര്യമല്ല ഞാൻ പറയണത്, പല വീടുകളിലും സംഭവിക്കുന്ന ഇതാണ്. പിന്നീട് ഇതൊരു ഓവർലോഡ് ആയിട്ട് ഈ അമ്മക്ക് ഈ ഭാര്യക്ക് ഫീൽ ചെയ്യും. മക്കൾ വരും, വീട്ടിലെ പാരന്റ്സിനെ കെയർ ചെയ്യണം, വിരുന്നുകാരെ കെയർ ചെയ്യണം, കുട്ടികളെ പഠനം, വീട്ടിലെ ജോലി, സ്വന്തം ജോലി ഉണ്ടെങ്കിൽ അത്, അപ്പൊ അത് ആരും ഷെയർ ചെയ്യാനില്ലാത്തൊരു അവസ്ഥ നമുക്ക് വരും. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പൊ ടീനേജേഴ്സിന്റെ കാര്യത്തിൽ വരികയാണ്. ഇപ്പൊ ടീനേജേഴ്സ് എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ സ്ട്രോങ് ആയിരിക്കണം, അവരെപ്പോഴും സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ ഉള്ള കുട്ടികൾ കമ്പയർ ചെയ്യും. ഞാൻ ഇന്നലെയും കൗമാരക്കാർക്ക് ക്ലാസ് എടുക്കാൻ പോയിരുന്നു. ആ സമയത്ത് കുട്ടികൾ കമ്പയർ ചെയ്യുന്നത് പലപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയയാണ്. ആ കാണുന്നതാണ് ലൈഫ്, അവർ ഹാപ്പിയായി ജീവിക്കുന്ന പോലെ. ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എത്രമാത്രം ഉപയോഗിക്കാറുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു കപ്പിൾസിന്റെ റീൽസ് വരികയാണെങ്കിൽ അതിന്റെ താഴെ ഒരു ശരാശരി മലയാളിയുടെ കമന്റ്സ് കാണാൻ പറ്റും. ഞാൻ കമന്റ്സ് എല്ലാം വായിക്കുന്ന ഒരാളാണ്. അത് എന്താ പറയാ, ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ, ഒരു അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള റീലാണെങ്കിൽ, ഇതുപോലൊരു അമ്മയാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ അമ്മനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പണ്ടുള്ളവർ പറയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നുമില്ല. ശരിയാണ്, സ്നേഹിച്ചാൽ നമുക്കൊരു പരിധി വരെ മനുഷ്യരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ എനിക്ക് ഇതിനെക്കുള്ള ഇതേ ഫീലിങ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒരാൾ വരുമ്പോൾ അവരോട് നമ്മൾ എന്ത് പറയും, എങ്ങനെയാണ് അവരെ ഈ ഒരു ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യുക? നമുക്ക് ഇമോഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇമോഷൻസ് ദേഷ്യമോ സങ്കടമോ സന്തോഷമോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, സപ്രസ് ചെയ്യരുത്, എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ സേഫ് ആയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരാൾ, നമ്മളെ സുഹൃത്താവാം, പാർട്ട്ണർ ആവാം, അമ്മയാവാം, അച്ഛനാവാം, അയൽവാസിയാവാം, ആരെങ്കിലും ഒരാൾ നമ്മളെ മുൻവിധി ഇല്ലാതെ കേൾക്കാവുന്ന ഒരാളുണ്ടാവും. അദ്ദേഹത്തോട് നമ്മൾ ഓപ്പൺ അപ്പ് ആവുക. നമുക്ക് നമ്മളെ ഫാമിലിയിലെ പ്രോബ്ലം തൊട്ടടുത്ത് എല്ലാവരോടൊന്നും പറയാൻ പറ്റൂല. ചിലർ എന്താ പറയാ, കാക്കന്റെ കഴുത്തിൽ കൊടാൻ കിട്ടിയ പോലെയാണ് പറയും, എല്ലായിടത്തും എത്തിക്കുന്നവരുണ്ടാവും. ചിലർ നമ്മൾ പറഞ്ഞ കാര്യം അപ്പുറത്ത് എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവും. നമ്മൾ പറഞ്ഞ കാര്യം സേഫ് ആയിട്ടിരിക്കും, നമുക്കവിടെ മനസ്സ് തുറക്കാം, അവരോട് നമ്മളത് പറയുക. അതുപോലെ സ്വന്തം നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ ദയ കാണിക്കുക. നമ്മളല്ലാതെ ആരാ നമ്മളോട് ദയ കാണിക്കുക? നമ്മളല്ലേ നമ്മളെ സ്നേഹിക്കാനുള്ളൂ, നമ്മളെ ഫീലിങ്സിനെ നമ്മളല്ലേ ഏറ്റെടുക്കാനുള്ളൂ. നമ്മൾ നമ്മളോട് തന്നെ ദയ കാണിക്കുക. പിന്നെ ഇതിനൊന്നും പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഭാരം സഹിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തോന്നുമ്പം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് വാങ്ങാൻ നമ്മൾ മടിക്കരുത്. നമ്മൾ ആയിരങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നുണ്ടാവും, നമ്മൾ മറ്റ് വിനോദങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ടാവും, നമ്മളെ ശരീരത്തിന്റെ മറ്റ് അസുഖങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും. ബട്ട് മെന്റലി നമ്മൾ വീക്ക് ആവുമ്പോൾ നമ്മൾ തന്നെ സ്വയം വിലയിരുത്തും, ഞാനൊരു മരുന്നൊക്കെ കുടിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ അടുത്തൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഞാനൊരു മെന്റൽ പേഷ്യന്റ് ആയിട്ട് ആളുകൾ കരുതോ? പക്ഷെ നമ്മളെ സമാധാനം, നമ്മളെ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യം ഒരു കൗൺസിലിംഗ് തേടുക, അവിടെ നിന്നും പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുക. അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മള് പിന്നെ എന്താ പറയാ, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവുക, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവുക. ചിലപ്പോ ഒരു മാസം, എന്റെ ഒരു അനുഭവം കൂടി, എന്റെ അടുത്ത് ഒരു 5 മാസം മുന്നേ ഒരു പെൺകുട്ടി, ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു കുട്ടീനോട് പറഞ്ഞു, സമയം പോകുന്നുണ്ടോ, എനിക്കിങ്ങനെ ഒരു അടുക്കളയിൽ കയറാൻ പറ്റുന്നില്ല, അടുക്കള കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരിക, എനിക്ക് സങ്കടം വരിക. ഭർത്താവ്, ഒരു കുട്ടിയുള്ളവർക്ക്, അമ്മയും അച്ഛനും. അപ്പോ എനിക്ക് കുട്ടീനെ നോക്കാൻ പറ്റുന്നില്ല, 2 മാസമായിട്ട് എനിക്ക് മരിക്കാൻ തോന്നുന്നു താത്ത എന്ന് പറഞ്ഞു. ഈ മരിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും നമ്മൾ കൗൺസിലേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, കുറച്ച് ഇങ്ങനെ ഹീലിംഗ് ടെക്നിക്കൊക്കെ. അപ്പൊ എനിക്ക് അവരെ സംസാരിക്കുമ്പോൾ മനസ്സിലായി, ഞാൻ സംസാരിച്ചുകൊണ്ട് അവരെ പ്രശ്നം തീരില്ല, അവരെ മെഡിസിൻ കഴിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയോ, അതിന് ശേഷം നമുക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവർ തയ്യാറായില്ല. അവർ പറഞ്ഞു, എല്ലാവരും എന്നെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വിചാരിക്കൂലേ ചോദിച്ചു. അപ്പൊ നമ്മൾ ഒന്നും വിചാരിക്കൂല മോളെ, ഈ ഡോക്ടറെ കാണിക്കാൻ. പക്ഷെ അവർ തയ്യാറായില്ല കേട്ടോ. അവരെ വിശ്വാസപ്രകാരം അവരൊരു പണിക്കരടുത്ത് പോയി. എന്നോട് പറഞ്ഞു, ഞാൻ പണിക്കരടുത്ത് പോവാണ്. അപ്പൊ ഞാൻ അവരെ വിശ്വാസം മാനിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം നമുക്കെല്ലാം വിശ്വാസമാണല്ലോ. നമ്മൾ എത്ര ഡോക്ടർമാരെ കണ്ടാലും ചിലർക്ക് അവർ പോയി നൂല് കെട്ടണം, എന്തെങ്കിലും പൂജകൾ ചെയ്യണം, അത് അവരെ വിശ്വാസമാണ്. ഒരിക്കലും നമ്മളതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത് നമ്മളതിന്. അത് അവരെ വിശ്വാസം, അവരെ രക്ഷിക്കട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാന്നുള്ളൂ. അങ്ങനെ അവർ പോയി 2 ആഴ്ച വീണ്ടും അവർ പറഞ്ഞു, എനിക്കൊരു സമാധാനമില്ല, മരിക്കണം എന്ന് തോന്നുന്നു മാത്രമാണ് തന്നെ ഫോൺ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക. അപ്പൊ ഡോക്ടറെ അടുത്ത് പോകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു കൗൺസിലിംഗ് ആണ്, മെന്റൽ ഹെൽത്ത് കൗൺസിലർ മാത്രമാണ്, ഒരു സൈക്കോളജിസ്റ്റ് പോലും അല്ല. അതുകൊണ്ട് ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളും അല്ല.
പക്ഷെ ഞാൻ അവരെപ്പോ ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിർത്തി അവരുടെ അടുത്ത് പൈസ ഒക്കെ വാങ്ങിയെന്ന് കരുതുക, ഞാൻ അവരോട് ചെയ്ത നീതികേടാണത്. കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്ന് എനിക്ക് ബോധ്യമുള്ളത് ഞാൻ എടുക്കരുത്. നമ്മൾ ലൈഫിനോട് നമ്മൾ എടുക്കുന്ന പ്രൊഫഷനോട് നമുക്കൊരു എത്തിക്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ മാഷോട് പറഞ്ഞു, മാഷ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ ആളെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാം. സാറ് കണ്ടപ്പോൾ സാറ് അവർക്ക് ഡോക്ടറെ കാണിക്കണം എന്ന് കുറിപ്പ് കൊടുത്തു. അവർ ഡോക്ടറെ കണ്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഇവിടെ കണ്ടു. അദ്ദേഹം 15 ദിവസത്തേക്ക് മരുന്നെടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കണ്ടു, മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്. കഴിച്ചിട്ട് ഇപ്പൊ അവര് കഴിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീട്ടു ജോലികളൊക്കെ തുടങ്ങുന്നു. ഇന്ന് അവർ വേറൊരു ചെറിയ കമ്പനിയിൽ അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ജോലിക്ക് പോകുന്നു, മകളെ നോക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, പാരന്റ്സിനെ. അപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് നമ്മൾക്കൊരു മോശമല്ല. അത് നമ്മളെ ഒരു മുഴുഭ്രാന്തി ആവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി നഷ്ടപ്പെടുക എന്നുള്ളതിനേക്കാളും ബെറ്റർ എന്താണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ ദിവസത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നമ്മളെ നമുക്ക് പറ്റും നമ്മുടെ ഓരോ പ്രോബ്ലംസും ഹീൽ ചെയ്യാൻ. നമ്മുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കാനും മുന്നോട്ട് ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇത്തിരി കൂടിപ്പോയി അല്ലേ, 5 മിനിറ്റ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. നല്ല ഫുൾ എനർജിയാണ്. താങ്ക് യു. നല്ല എനർജിയോടുകൂടി സംസാരിച്ചു. ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ പറ്റി. ശരിക്കും ഇമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്യരുത്, എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഭാരങ്ങളെല്ലാം എടുത്ത് തലയെ വെച്ചിട്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുകയും വേണം. മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഞാൻ തന്നെ ചെയ്താലേ എല്ലാം ശരിയാവും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഇമോഷണലി റൺ ഡൗൺ ആവുന്നത്. കാരണം ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാവത്തില്ല, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് അങ്ങനെ പോകും. സോ ഇമോഷൻസ് തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്യേണ്ടതാണ്. പിന്നെ പുരുഷന്മാർ പൊതുവേ ഒരു ലോജിക്കൽ മൈൻഡാണ്. അപ്പോൾ അവരധികം എക്സ്പ്രസ് ചെയ്യാറില്ല. അവർ അങ്ങനെ ലോജിക്കലി തിങ്ക് ചെയ്യുന്നവരാണ്. സ്ത്രീകൾ പൊതുവെ ഇമോഷണൽ ആണല്ലോ, അങ്ങനെയാണല്ലോ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെയാണ്. പക്ഷെ എന്നിരുന്നാലും ചെറുപ്പത്തിൽ തൊട്ടേ ആണുങ്ങളോട്, ജസ്റ്റ് ലൈക്ക് യു സെഡ്, ആണുങ്ങളോട് അങ്ങനെ പറയാറുണ്ട്, അയ്യേ കരയാമോ, കരയാൻ പാടില്ല, ആണുങ്ങൾ അങ്ങനെ കരയത്തില്ല. ആ ഒരു ഇത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. സങ്കടം വരുമ്പോൾ ആ സങ്കടം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ള ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയും നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യും. ഇമോഷണലി റൺ ഡൗൺ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ലിസണിങ് ഇയർ കൊടുത്ത് ഒരു കമ്പാഷനും ഒക്കെ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ എക്സ്പ്രസിങ് ഇമോഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ നെഞ്ചിൽ അടുക്കി പിടിച്ചിട്ട് അതിങ്ങനെ പിന്നീട് പൊട്ടിത്തെറിയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നന്നായി രാവിലെ എനർജറ്റിക് ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. Good morning, all. ഗുഡ് മോർണിംഗ് മാഡം. ശരിക്കും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. കാവലായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ആൾക്കാർ പലതരത്തിലുണ്ട്. ഇമോഷൻസ് വരുമ്പോൾ അത് പുറത്ത് കാണിക്കുന്നവരുണ്ട്. അത് നല്ലത് തന്നെയാണ്. ഇമോഷൻസ് വരുമ്പോൾ അത് സപ്രസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പുറത്ത് കാണിക്കണം. പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ എന്താണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശരിക്കും ആരോടെങ്കിലും ഒന്ന് പറയുക. യെസ്. നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അത് നമ്മളിപ്പോൾ കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കരയാൻ കഴിയാത്ത ഒരു സാഹചര്യം, വിശേഷിച്ചും ആണുങ്ങളാണ് അത് കൂടുതൽ
എങ്ങനെ എല്ലാം മനസ്സിനകത്ത് ഒതുക്കി. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. മാഡം പറഞ്ഞ പോലെ ഒരു കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള ആ സപ്രസ് ചെയ്ത് അങ്ങനെയുള്ളൊരു ലെവലിലേക്ക് എത്തുക, അത് പാടില്ല. ആരോടെങ്കിലും ഒന്ന് പറയുക. നമ്മുടെ മനസ്സിനകത്ത ബുദ്ധിമുട്ടുകൾ ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയും. നമ്മൾ ആ ഇമോഷണൽ ഔട്ട്ബേസ്റ്റിൽ നിന്ന് നമ്മൾ ഒഴിവാവും. ഉണ്ട് ആരോടെങ്കിലും ഇന്നലെ ഹരിപ്പാട് ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞല്ലോ. ആ വാർത്ത വായിച്ചിട്ടുണ്ടാവുന്ന എല്ലാവരും ഞാൻ വിചാരിക്കും. അപ്പൊ ഞാൻ കരുതിയത് എന്താ വെച്ചാല്, എന്റെ മനസ്സിൽ തോന്നിയത്, ആ കുട്ടീനോട് എനിക്ക് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കുട്ടിക്ക് അബദ്ധം പറ്റിപ്പോയി. പക്ഷെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നൊരു തന്റെ പാരന്റ്സിനോടെങ്കിലും പറയാൻ ഒരുപക്ഷെ സൊല്യൂഷൻ അപ്പൊ തന്നെ കാണാമായിരുന്നൊരു പ്രവർത്തനം ആ കുട്ടി 8-10 മാസം അത് സഹിച്ച് ഇപ്പൊ കുട്ടിനെ വലിച്ചെറിഞ്ഞതിനെ വളരെ ഇമോഷണലി ആളുകൾ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, യഥാർത്ഥത്തിൽ 19 വയസ്സുവരെ കുട്ടി താൻ അമ്മയാണെന്ന സംഗതി അംഗീകരിക്കാൻ പോലും അവളെ മെന്റലി ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. അവളെ ഇമോഷൻസിന്റെ ഏറ്റവും പീക്കിലാണ്, മോശം കണ്ടീഷനിലാണ് ആ കുഞ്ഞിനെ എറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾക്ക് ആ കുട്ടിനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷെ ആ കുട്ടി അതിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു ആലോചിക്കുമ്പോൾ സംഭവം ആ കുട്ടിയുടെ അടുത്ത് സംഭവിക്കുന്ന തെറ്റാണെന്ന് പോലും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അറിയില്ല. കാരണം നമ്മൾ ചെറുപ്പം, ഞാൻ പോയി കൗമാരക്കാർക്ക് ക്ലാസ് എടുക്കാൻ പോണ സമയത്ത് പലപ്പോഴും ഞാൻ കുട്ടികളെ അവരെ ശരീരത്തിന്റെ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇതൊക്കെ നോർമലൈസ് ചെയ്തു പോയി. അതായത് അങ്ങനെ ഒരു ഇന്റർകോഴ്സ് ഒന്നും അത് തെറ്റല്ല, സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും പ്രണയത്തിലൊന്നും മോശമല്ല എന്നുള്ളത് അത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ പല സംസ്കാരങ്ങളും ഒക്കെ നമ്മളത് അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട് കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതൊന്നും ഇപ്പൊ ഒരു തെറ്റല്ലല്ലോ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക്. ബട്ട് ഇതേപോലെ സംഭവിക്കുമ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പാരന്റിനോട് പറയണം. പാരന്റ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ കുട്ടിക്ക് എന്തോ ആയിക്കോട്ടെ, നമുക്ക് സങ്കടം വരുന്ന എന്തോ വിഷയം ആയിക്കോട്ടെ, ബട്ട് അത് നമ്മളോട് പറയാനുള്ള സ്പേസ് നമ്മളെ കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ കുട്ടി നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ആ ഫിസിക്കലി പോലും നമ്മളെ കുട്ടി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കുട്ടി ജീവിതത്തോട് നമ്മളൊക്കെ പണ്ടൊക്കെ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും നമുക്ക് ഓടി വന്നിട്ട് ഇമോഷണലി കണക്ഷൻ കുറഞ്ഞു വരികയാണ്. കുട്ടികൾക്ക് പാരന്റ്സിന് നമ്മളെന്താ പറയുന്നത്, ഞാൻ കുട്ടിക്ക് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്റെ കുട്ടി ആഗ്രഹിക്കുന്ന ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബട്ട് നമ്മൾ കൊടുക്കാത്തൊന്നുണ്ട്. ഇന്നത്തെ തലമുറ ഇമോഷണലി കണക്ഷൻ കൊടുക്കുന്നില്ല. നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാല് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്, ബട്ട് നമ്മൾ കൊടുക്കാത്തത് പലതുമാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർ തേടി പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു ആ കുട്ടിനെ എനിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ, ആ കുട്ടി ഇപ്പൊ അനുഭവിച്ചു പോകുന്ന ആ ഇമോഷൻസിലൂടെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയെങ്കിൽ. ആ കുട്ടിനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഇങ്ങനെ കണ്ടപ്പോ നമ്മൾ പലപ്പോഴും അങ്ങനെ നമ്മളെ കണ്ണിലെ കോലൊന്നും കാണാതെ അപ്പുറത്തെ കരട് തെരഞ്ഞുകൊണ്ടേ നിൽക്കുന്ന ആളുകളാണ് മനുഷ്യർ പൊതുവെ. അപ്പൊ എനിക്കപ്പൊ പറയാം, അപ്പൊ ആ ഇമോഷൻസ് ആ കുട്ടിനെ പ്രസവിച്ച പാട് ആ കുട്ടിനെ എന്തിനു വലിച്ചെറിഞ്ഞു. അപ്പോ അതിന്റെ അങ്ങേയറ്റത്തെ മാനസികാവസ്ഥ ആയിരിക്കും അത്. കാരണം നമ്മള് പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയം മുതൽ നമ്മളൊരു അമ്മയായി തുടങ്ങി. അല്ലെ, നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന മുതൽ നമ്മൾ അമ്മയാവാണ്. അങ്ങനെയുള്ള ഒരു അമ്മയാവാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയും എന്ത് ചെയ്യില്ല, കുട്ടിനെ വലിച്ചെറിയില്ല. ബട്ട് അതൊരു ഭാരമായി ഫീൽ ചെയ്യുന്നവർക്കാണ് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് തോന്നുക, അല്ലെ? അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ഒരൊറ്റൊരു കാര്യം കുറ്റപ്പെടുത്തുക. അവരെന്തോ അത്രയും ഇമോഷണലി അവര് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ആ തലത്തിലേക്ക് ചിന്തിക്കൂല. കുറ്റപ്പെടുത്താൻ നമുക്ക് എളുപ്പമാണ്, ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷെ ഏത് സാഹചര്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ അതിന് മുന്നേ ആലോചിക്കണം എന്നുള്ളതാണ്. ഞാൻ സാറ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് കേട്ടോ, നമ്മളെ ഇമോഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ കുഞ്ഞ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അത് അബോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ആളെ കൂടെ കല്യാണം കഴിക്കാനോ ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെ പറ്റുമായിരുന്നു. പക്ഷെ ആ കുഞ്ഞിന് അത് പറയാൻ തോന്നിയില്ലല്ലോ. അത് പറയാനുള്ള സ്പേസ് ആ കുട്ടിക്ക് ഈ ലോകത്ത് എവിടെയും കിട്ടിയില്ല. അപ്പോ അതിന് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ വന്നു പോയി, ഇതിനെന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കാനോ ആ കുട്ടിക്കാരല്ല. പിന്നെ ഇപ്പൊ നമ്മളടുത്തൊരു
പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഉണ്ട്. അത് മെൻസ്ട്രേഷൻ എല്ലാ മാസവും വരുന്നില്ലാന്ന് അതിന്റെ അമ്മ പോലും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ സങ്കടം. ഇപ്പൊ നമ്മൾക്ക് ഒരു മാസം പീരിയഡ് ആയില്ലെങ്കിൽ നമ്മളെ അമ്മ ശ്രദ്ധിക്കുന്നില്ല. 9 10 മാസം പീരിയഡ് ആവാതിരിക്കുമ്പോ ഒരമ്മ എത്രത്തോളം ആ കുട്ടീനെ ശ്രദ്ധിക്കുന്നില്ല എന്നും കൂടി ഉണ്ട് ഇതില്. കാരണം എന്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, 2 മാസമായി 3 മാസമായി എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് ഉണ്ടോ, ഈ കുട്ടിക്ക് എന്താ മെൻസ്ട്രേഷൻ വരാത്ത എന്ന് അമ്മ ചിന്തിക്കില്ല, ഇത് അമ്മ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഇമോഷണലി ആ അമ്മയും മകളും അത്ര കണക്റ്റഡ് അല്ല. ആ കുട്ടി പറയുന്നില്ലല്ലോ. നമുക്ക് മറ്റേ ഒരു വയറുവേദന നമ്മൾ എനിക്ക് വയറുവേദന ഉണ്ട് അല്ലെങ്കിൽ അമ്മ എനിക്കിന്ന് വയ്യാന്ന് നമ്മൾ പറയും. അപ്പൊ അമ്മക്കറിയാം നമ്മളെ മോൾക്ക് എന്താണെന്ന്. അപ്പൊ ആ കുട്ടി പ്രസവിക്കുന്നത് വരെ ആ വീട്ടുകാർ അറിയുന്നില്ല എന്ന് പറയുമ്പോ ഇമോഷണലി അച്ഛനും അമ്മയായിട്ട് ആ കുട്ടി അത്ര കണക്റ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്പോ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ചില പറയാനുള്ള അവസരം കൊടുക്കുക, അതെ, പറയാനുള്ള അവസരം കൊടുക്കുക, മക്കളുമായിട്ട് സംസാരിക്കുക, പറയാനുള്ള അവസരം കൊടുക്കുക. അത് അത് പലപ്പോഴും കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സംസാരിക്കാതിരിക്കുക എന്നുള്ള അത് തീരെ മോശമായ കാര്യമാണ്. അത് പറയാനുള്ള അവസരം കൊടുക്കുകയും ഉള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, അത് ആരോടെങ്കിലും പറയുക. ഒരുപാട് മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് എത്താതിരിക്കാൻ അത് സഹായിക്കും. താങ്ക് യു വെരി മച്ച്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു. മാം ഇല്ലേ? താങ്ക് യു മാം. താങ്ക് യു. അടിപൊളി സെഷൻ ആയിരുന്നു ട്ടാ. നല്ല എനർജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്കും എന്തായാലും നല്ല എനർജി ഉണ്ടായിട്ടുണ്ടാവും. താങ്ക് എനർജി യു. പ്രാർത്ഥന കൂടണ്ടാവട്ടെ. എനർജി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളിയായിരുന്നു. പിന്നെ മാം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ചിന്തിക്കാനുള്ള വിഷയം തന്നെയാണത്. നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള ടോപ്പിക്കുകളായിട്ട് വരണം. ഇൻഷാ അല്ലാ. നിങ്ങളുടെ നാട്ടിലാണോ മാം? നിസാവ് സാറിന്റെ നാട്ടിലാണോ? കോഴിക്കോടല്ലേ നിസാവ് സാറാണോ നമ്പർ? കോഴിക്കോടാണ്. സാറ് ഞാൻ ഒരുപാട് ദൂരമുണ്ട്. സാറ് കുന്നമംഗലം അടുത്താണ്. ഞാനിവിടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഫറോക്ക്, ഏകദേശം അവിടുന്ന് 2 കിലോമീറ്റർ അടുത്താണ്. അതല്ലേ, ഓക്കെ. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു ട്ടാ. താങ്ക് യു സോ താങ്ക് യു മച്ച്. താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനി Yes. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? അതെ. Okay. Have a good day, everyone. Once again, thank you very much for a good session. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. വീണ്ടും കാണാം ഇൻഷാ അല്ലാ. നിങ്ങളെല്ലാ സെഷൻ കേൾക്കാൻ ഞാനും കാത്തിരിക്കുകയാണ്. താങ്ക് യു. വെൽക്കം.